നാം എഴുന്നേറ്റ് പണിയുക എന്നുള്ളതാണ് ഈ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ നെഹമ്യാവിന്റെ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം നാം എഴുന്നേറ്റ് പണിയുക എന്നുള്ളതാണ്. സ്തോത്രം. അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇത് ബൈബിളിലെ 16-ാമത്തെ പുസ്തകമാണ്. നെഹമ്യാവ് എന്ന വാക്കിന്റെ അർത്ഥം യഹോവ ആശ്വസിപ്പിക്കുന്നു എന്നാണ്. ഇത് മടങ്ങിവരവിന്റെ ചരിത്രമാണ്. പ്രത്യേകിച്ചും ബാബേൽ പ്രവാസത്തിൽ നിന്നുള്ള മൂന്നാമത്തെ ടീമായ നെഹമ്യാവും കൂട്ടരും മടങ്ങി വന്നതിൻ്റെയും അതിനുശേഷം ആ മടങ്ങിവരവിൽ ദൈവം അവരെക്കുറിച്ച് ഉദ്ദേശിച്ച പദ്ധതികളെക്കുറിച്ചുമുള്ള ഒരു ചരിത്രമാണ് നാം ഇതിനകത്ത് കാണുന്നത്. ഇതിലെ പ്രധാന വിഷയം നമ്മൾ കുറുവാക്യമായി വായിച്ച നെഹമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായം 18-ാം വാക്യത്തിലെ വിഷയമാണ്. നാം എഴുന്നേറ്റു പണിയുക എന്നുള്ളതാണ് ഇതിനകത്തെ വിഷയം. സ്തോത്രം. ഞാൻ ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ്, സ്തോത്രം, ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം, സ്തോത്രം, നാം എഴുന്നേറ്റ് പണിയണമെങ്കിൽ, സ്തോത്രം, നാം എഴുന്നേറ്റു പണിയണമെങ്കിൽ നമുക്ക് മുൻപിൽ ഒരു നേതൃത്വം എഴുന്നേൽക്കണം. അതാണ് ആദ്യം വേണ്ടത്. ഓരോ വിശ്വാസികളുമായിട്ടുള്ള നാം എഴുന്നേറ്റ് പണിയണമെങ്കിൽ നമുക്ക് മുൻപിൽ മാതൃകയാക്കാൻ പറ്റുന്ന ഒരു നല്ല നേതൃത്വം നമുക്ക് മുമ്പിൽ എഴുന്നേറ്റാലേ നമുക്ക് എഴുന്നേറ്റ് പണിയാൻ പറ്റും. സ്തോത്രം. ഒന്നുകൂടെ ഇറങ്ങി പറഞ്ഞാൽ, നേതൃത്വം എഴുന്നേറ്റാലേ ജനം എഴുന്നേക്കുള്ളൂ. സ്തോത്രം. ചില ആളുകൾക്ക് നേതൃത്വമൊന്നുമില്ല, അവർ സ്വതന്ത്രന്മാരാ, എനിക്ക് അവരോട് പിണക്കൊന്നുമില്ല. സ്തോത്രം. അവരിങ്ങനെ അവർക്ക് ആരും പേടിക്കേണ്ട കാര്യമില്ല, അവർക്ക് ഗൈഡൻസ് കൊടുക്കാനൊന്നും ആരുമില്ല. അവർ പറയും ഞങ്ങളുടെ ഗൈഡൻസ് ബൈബിളാന്ന് പറയും. പക്ഷേ പോക്ക് കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. സ്തോത്രം. അത്രേ ഞാൻ പറയുന്നുള്ളൂ. കാരണം ഓൾറെഡി എനിക്ക് ശത്രുക്കൾ ഒത്തിരി ഉണ്ട്, ഇനി ഞാൻ കൂട്ടാൻ താല്പര്യമില്ല. സ്തോത്രം. അപ്പൊ നോക്കുക, ഈ നേതൃത്വം എഴുന്നേറ്റാലേ ജനം എഴുന്നേൽക്കൂ. അപ്പൊ എഴുന്നേൽക്കുന്ന നേതൃത്വം മാതൃകയുള്ളതായിരിക്കണം. ആ നേതൃത്വം ദർശനമുള്ള നേതൃത്വമായിരിക്കണം. അപ്പോൾ എഴുന്നേറ്റ് പണിയണമെങ്കിൽ നല്ല ഒരു നേതൃത്വം എഴുന്നേൽക്കണം. നേതൃത്വം എഴുന്നേറ്റാൽ ജനവും ഒരു പണിക്കായി എഴുന്നേൽക്കും. സ്തോത്രം. ഇവിടെ നമ്മൾ കാണുന്ന നേതൃത്വം നെഹമ്യാവിന്റെ നേതൃത്വമാണ്. ഇവരുടെ ഓരോ മടങ്ങിവരവിലും ഓരോ നേതൃത്വം ഉണ്ടായിരുന്നു. ആദ്യം സെരുബാബേലായിരുന്നു അവരുടെ നേതൃത്വം. അവരുടെ ഉദ്ദേശം ആലയം പണിയായിരുന്നു. രണ്ടാമത് എസ്രായായിരുന്നു. അവരുടെ ഉദ്ദേശം ആത്മീക നവോത്ഥാനമായിരുന്നു. ഇപ്പോൾ ഇവിടുത്തെ നേതൃത്വം നെഹമ്യാവാണ്. ഇവരുടെ നേതൃത്വം നെഹമ്യാവിലൂടെയും ടീമിലൂടെയും ദൈവം ഉദ്ദേശിക്കുന്നത് ഒരു പണിക്കുള്ള നേതൃത്വമാണ്. ഒരു പണി നടത്തുക. യെരുശലേമിനും അതിൻ്റെ മതിലുകൾക്കകത്തുമൊക്കെ പൊളിഞ്ഞും തകർന്നും ഉടഞ്ഞും കിടക്കുന്നതൊക്കെ എന്ത് ചെയ്യുക? പണിയാൻ. ഓരോരുത്തരെ കുറിച്ചും ദൈവിക ഓരോ ഉദ്ദേശമുണ്ട്. കർത്താവ് ഓരോരുത്തരെ കുറിച്ചും ഓരോ ഉദ്ദേശത്തോടു കൂടാണ് വിളിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് എഫേസ്യ ലേഖനത്തിൽ പറയുന്നത്, നിങ്ങളുടെ വിളിയുടെ പിന്നിലുള്ള ആശ എന്തെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. അല്ലെങ്കിൽ ജീവിതം അർത്ഥമില്ലാത്ത ഒരു വിശ്വാസ ജീവിതമായി പോകും. അതുകൊണ്ട് തന്നെ സ്തോത്രം, ഒരു കാര്യം വളരെ വ്യക്തമാണ്. നിങ്ങൾ ആ നെഹമ്യാവിന്റെ പുസ്തകം തന്നെ 4-ാം അധ്യായത്തിന്റെ സ്തോത്രം 6-ാമത്തെ വാക്യത്തിലേക്കൊന്ന് വരാം. നെഹമ്യാവിന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. ഞങ്ങൾ മതിൽ പണിതു ചെയ്യുവാൻ ജനത്തിന് ഉത്സാഹം ഉണ്ടായിരുന്നത് കൊണ്ട് മതിൽ മുഴുവനും പാതി പൊക്കം വരെ തീർത്തു. അപ്പൊ ഇവര് പണിയാൻ വേണ്ടി വന്ന മതില്, ആ മതിൽ പാതി പൊക്കം വരെ പണിതു മുഴുവനും അവർ തീർത്തെന്നായിരിക്കുന്നത്. അങ്ങനെ തീർക്കാനുള്ള കാരണം ജനത്തിന് ഉത്സാഹം ഉണ്ടായിരുന്നു. ജനത്തിന് എന്തുണ്ടായിരുന്നു? ഉത്സാഹം ഉണ്ടായിരുന്നു. ജനത്തിന് ഉത്സാഹം ഉണ്ടെങ്കിൽ ഏത് നടക്കത്തില്ലെന്ന് പറയുന്ന പണിയും നടക്കും, സിമ്പിളായിട്ട് നടക്കും. അതാണ് ഇവിടെ പറയുന്നത്. അവരുദ്ദേശിച്ച ആ മതില്
മുഴുവനും പാതി പൊക്കം വരെ അവർ തീർത്തെന്ന്. അതിന്റെ റീസൺ പറയുന്നത് ജനത്തിന്റെ ഉത്സാഹം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം, ജനത്തിന് നല്ല ഉത്സാഹം വേണമെങ്കിൽ നേതൃത്വം എഴുന്നേറ്റേ മതിയാകും. സ്തോത്രം. നമ്മൾ ഈ ഭാഗം ഒന്ന് ചിന്തിക്കുമ്പോൾ, സ്തോത്രം, നെഹമ്യാവ് എന്ന നേതൃത്വത്തിനുണ്ടായിരുന്ന 5 പ്രധാനപ്പെട്ട വിശേഷതകളെ കുറിച്ച് തിരുവെടുത്ത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നമ്മൾ ഇന്ന് അതാണ് ചിന്തിക്കാൻ പോകുന്നത്. സ്തോത്രം. നമ്മൾ നേരത്തെ ഒരു മീറ്റിംഗിൽ, നിങ്ങൾ ഓർക്കുന്നോ എനിക്ക് അറിയത്തില്ല, നിങ്ങളുടെ മീറ്റിംഗിനാണോ അറിയത്തില്ല, പരാജയപ്പെട്ട നേതൃത്വത്തെക്കുറിച്ചൊരു സന്ദേശം ഞാൻ വിലാപങ്ങളുടെ പുസ്തകവും ഇരമ്യാവിന്റെ പുസ്തകവും ആസ്പദമാക്കി സംസാരിച്ചിരുന്നു. സ്തോത്രം. അതെന്റെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്. സ്തോത്രം. അത് ഒത്തിരി ആളുകൾ കണ്ടു. 800-ലധികം പേരത് വാച്ച് ചെയ്തിട്ടുണ്ട്. സ്തോത്രം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്, സ്തോത്രം, ജനത്തിന് എഴുന്നേറ്റ് പണിയാൻ മാതൃകയായി തീർന്ന ഒരു നെഹമ്യാവിന്റെ നേതൃത്വത്തിനുണ്ടായിരുന്ന അതിപ്രധാനപ്പെട്ട 5 ഗുണങ്ങൾ അല്ലെങ്കിൽ വിശേഷതകളാണ് നമ്മൾ ദൈവവചന അടിസ്ഥാനത്തിൽ ചിന്തിക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത് തന്നെ നമുക്ക് ശ്രദ്ധിക്കാം, എന്തായിരുന്നു നെഹമ്യാവ് എന്ന നേതാവിനുണ്ടായിരുന്ന ഒന്നാമത്തെ വിശേഷത. 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ നമുക്ക് കാണാം. നമ്മൾ ഈ 1ഉം 2ഉം അധ്യായങ്ങളിൽ നിന്നാണ് ഈ നേതൃത്വത്തിന്റെ സവിശേഷതകൾ ശ്രദ്ധിക്കാൻ പോകുന്നത്. 1-ാം അധ്യായം 2-ാം വാക്യം. എന്റെ സഹോദരന്മാരിൽ ഒരുത്തനായ ഹനാനിയും യഹൂദയിൽ നിന്ന് ചില പുരുഷന്മാരും വന്ന് ഞാൻ അവരോട് പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞുപോയ യഹൂദന്മാരെ കുറിച്ചും യെരുശലേമിനെ കുറിച്ചും ചോദിച്ചു. അപ്പോൾ നെഹമ്യാവിൽ നാം കാണുന്ന ഒന്നാമത്തെ വിശേഷത, അന്വേഷിക്കുന്ന ഒരു ഹൃദയമുള്ള നെഹമ്യാവ്. നെഹമ്യാവിന് അന്വേഷിക്കുന്ന ഒരു ഹൃദയം ഉണ്ടായിരുന്നു. നെഹമ്യാവാണെങ്കിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട ജോലിയിൽ ഇരിക്കുക, രാജാവിന്റെ പാരപാത്രവാഹകനാ, ഗവൺമെന്റ് ജോലിയാ. സ്തോത്രം. തനിക്ക് തന്റെ സ്വന്തം കാര്യം നോക്കി അങ്ങ് പോയാൽ മതി. സ്തോത്രം. പക്ഷേ ജനത്തിന്റെ സുഖവിവരം അന്വേഷിക്കുന്ന ഒരു നെഹമ്യാവിനെയാണ് നമ്മളിവിടെ കാണുന്നത്. നെഹമ്യാവിന്റെ അടുക്കൽ തന്റെ സഹോദരന്മാരിൽ ഒരുത്തനായ ഹനാനിയും യഹൂദയിൽ നിന്ന് ചില പുരുഷന്മാരും വന്നപ്പോൾ, പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞു പോയ ചില ആളുകൾ, എന്ന് പറഞ്ഞാൽ പ്രവാസത്തിൽ 70 വർഷമായിട്ട് കുറച്ച് ആളുകൾ കിടന്നു, അവരല്ലാതെ പ്രവാസത്തിൽ നിന്ന് കുറച്ച് ആളുകൾ തെറ്റി ഒഴിഞ്ഞു പോയി. അതിലൊരാളാണ് ഇരമ്യാവ്. ഇരമ്യാവൊക്കെ പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞ ആളുകളാണ്. അവരുടെ സുഖങ്ങളെക്കുറിച്ചും വിശേഷങ്ങളെ കുറിച്ചൊക്കെ നെഹമ്യാവ് അന്വേഷിച്ച് അറിയുകയാണ്. സ്തോത്രം. ഇന്ന് നേതൃത്വത്തിന് ഇല്ലാത്തതും എന്നാൽ നെഹമ്യാവിന് ഉണ്ടായിരുന്നതുമായ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് ഒരന്വേഷിക്കുവാനുള്ള ഹൃദയം നെഹമ്യാവിനുണ്ടായിരുന്നു. നമുക്ക് സദൃശവാക്യം 27-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 23-ാമത്തെ വാക്യത്തിനകത്ത് വളരെ വ്യക്തമായ ഒരു സ്റ്റേറ്റ്മെന്റ് ശലോമോൻ പറയുന്നുണ്ട്. നിന്റെ ആടുകളുടെ അവസ്ഥ അറിയുവാൻ ജാഗ്രതയായിരിക്കുക, നിന്റെ കന്നുകാലികളിൽ നന്നായി ദൃഷ്ടി വെക്കുക. ഒരു നേതാവ് എപ്പോഴും നേതാവിന്റെ ആ ഒരു പൊസിഷനിൽ ഇരുന്നാൽ പോരാ, പിന്നെ ഏറ്റവും താഴെയുള്ള എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ കഴിഞ്ഞ ദിവസം ഒരാളിനോട് പറഞ്ഞു, ഈ സഭയ്ക്കകത്ത് 5000 പേരുണ്ട്. ഒരു സഭയുടെ പേര് പറഞ്ഞിട്ട് 5000 പേർ. ആ സഭയിലെ മെയിൻ പാസ്റ്ററിന് ഇവരെ ആരെയും അറിയത്തില്ല. അതിൽ സ്റ്റേജ് നിൽക്കുന്ന മെയിനായിട്ട് നിൽക്കുന്ന ആളുകളെ മാത്രമേ അറിയത്തുള്ളൂ. അദ്ദേഹം അപ്പോൾ ഓരോ ഏരിയയിലുള്ള ആളുകളെ 8-10 കുടുംബങ്ങളെ വിഭജിച്ചുകൊണ്ട് ഏരിയ പാസ്റ്റർമാരെ വെച്ചിരിക്കുക. അവർക്ക് മാത്രമേ ഇവരെ അറിയത്തുള്ളൂ. അപ്പോൾ ഇദ്ദേഹമാണ് നേതാവ്. പക്ഷെ ഇദ്ദേഹത്തിന്
ആരെക്കുറിച്ചും അറിവില്ല. അതിലൊരു കുടുംബം കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു, ഞങ്ങൾ ആ സഭയിൽ നിന്ന് മാറുക. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? 10, 25, 30 പേരുള്ള ഒരു സഭയിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ചോദിച്ചു കാര്യം എന്താ? അതാകുമ്പോൾ നമുക്കൊരു അസുഖം വന്നാൽ, നമുക്കൊരു വയ്യാഴിക വന്നാൽ നമ്മുടെ വീട്ടിൽ വന്ന് അന്വേഷിച്ചു വരികയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. ഇത് അന്വേഷിച്ചു വരാൻ ആരുമില്ല. 6 മാസമായി അദ്ദേഹത്തിന്റെ വൈഫിന് അസുഖമാണ്, പക്ഷെ അന്വേഷിച്ചു വരാൻ ആരുമില്ല. തിരക്കുന്നില്ല, സ്തോത്രം, പ്രാർത്ഥിക്കുന്നില്ല. എന്തേ? അന്വേഷിക്കുന്ന ഹൃദയം എവിടെ? നേതാവിന്. സ്തോത്രം. ഒരു കാര്യം വളരെ വ്യക്തമാണ്, നിന്റെ ആടുകളെ, എന്തൊരു എഴുത്താ എഴുതിയേക്ക് നോക്കി, നിന്റെ ആടുകളുടെ അവസ്ഥ അറിയാൻ ജാഗ്രതയായിരിക്കണമെന്ന്. ദശാംശം മാത്രം വാങ്ങിച്ചും ബിൽഡിംഗ് പണിക്ക് ഓഫറിംഗ് സ്വീകരിക്കുക മാത്രം ചെയ്താൽ പോരാ. പിന്നെ നിന്റെ ആടുകളുടെ ഓരോ അവസ്ഥയും, രോഗാവസ്ഥയാണെങ്കിൽ, കുഞ്ഞുങ്ങളുടെ അവസ്ഥയാണെങ്കിൽ, ഏതവസ്ഥയും അറിയാൻ നീ ജാഗ്രത ഉള്ളവനായിരിക്കണം. നിന്റെ ആടുകളിൽ നീ എപ്പോഴും ദൃഷ്ടി ഉണ്ടായിരിക്കണം. ആമേൻ. സ്തോത്രം. അതാണ് ഒരു നല്ല നേതാവ്, അതാണ് ഒരു നല്ല നേതൃത്വം. സ്തോത്രം. സാധാരണ ഇങ്ങനെയൊക്കെയുള്ള നേതൃത്വത്തെ കണ്ടുകിട്ടുക പാടാ. സ്തോത്രം. ചർച്ചിൽ കുറച്ച് പുത്തനുള്ള ആളുകളെ മാത്രമേ അന്വേഷിക്കുള്ളൂ. പലരും പ്രയോജനമുള്ളവരെയല്ലേ അന്വേഷിക്കുള്ളൂ. പക്ഷേ പ്രാർത്ഥിക്കുന്ന കുറെ സാധാരണപ്പെട്ട ആളുകളുണ്ട് സഭയുടെ നിലനിൽപ്പിന് വേണ്ടി. ആമേൻ. അവരെ അന്വേഷിക്കാൻ ആരുമില്ല. സ്തോത്രം. പലരും ഒരു ചർച്ചിന്റെ പുറകിൽ പോയി ആരാധന നിന്നിട്ട് പോരുന്നതിന്റെ അപ്പുറം അന്വേഷിക്കാൻ നേതൃത്വമില്ല. സ്തോത്രം. ഈ നേതൃത്വത്തിന്റെ പുറകിൽ നിന്ന് എങ്ങനെയാണ് ജനത്തിന് കർത്താവ് ഉദ്ദേശിക്കുന്ന പണിയിൽ പങ്കാളിത്തം വഹിക്കാൻ കഴിയുന്നത്? പക്ഷെ നെഹമ്യാവ് പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞു പോയ ആളുകളെ കുറിച്ച്, താൻ നല്ല റോയൽ ആയിട്ടുള്ള രാജകീയ അവസ്ഥയിലിരിക്കുമ്പോഴും താൻ അവരെ കുറിച്ച് എന്ത് ചെയ്യുക? അന്വേഷിക്കുകയാണ്. അവരെ കൂടെ ചേർത്തു പിടിക്കാനുള്ളൊരു മനോഭാവത്തിലേക്ക് നെഹമ്യാ വരികയാണ്. ഞാന് നിങ്ങളോടാണ് ഇത് പറയുന്നതെങ്കിലും, നിങ്ങൾ നേതൃത്വമാണെങ്കിലും അല്ലെങ്കിലും, നിങ്ങളുടെ സഭയിലുള്ളവരെ, നിങ്ങൾക്ക് പരിചയമുള്ളവരെ നിങ്ങൾ അന്വേഷിക്കുകയും ചേർത്തു പിടിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. എന്റെ ലോക്കൽ സഭയിൽ ഒരു ദേവദാസൻ ഉണ്ടായിരുന്നു. ഒരു സൺഡേ സഭായത്തിന് ഒരു ആളെ കണ്ടില്ലെങ്കിൽ അദ്ദേഹം ഉച്ച കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെല്ലും. എന്താണ് എന്നറിയാൻ ഫോൺ വിളിച്ച് ചോദിച്ചാൽ മതി. ഇപ്പം വാട്സപ്പ് ഒക്കെ ഉണ്ട്. പക്ഷെ അദ്ദേഹം വീട്ടിൽ ചെല്ലും കാര്യം അറിയാൻ വേണ്ടി. സ്തോത്രം. ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ നമുക്കെങ്കിലും ഒന്ന് തിരുത്തപ്പെടണം. സ്തോത്രം. അന്വേഷണം സ്വഭാവമുള്ള ഒരു ഹൃദയമുള്ള നെഹമ്യാവ്. ഇനി രണ്ടാമത്തെ നെഹമ്യാവിൽ ഞാൻ കണ്ട രണ്ടാമത്തെ വിശേഷത. സ്തോത്രം. നെഹമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ അതിന്റെ 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ഈ വർത്തമാനം കേട്ടപ്പോൾ താൻ ഇരുന്ന് കരഞ്ഞു. നേതൃത്വത്തിന്റെ രണ്ടാമത്തെ സ്വഭാവം കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു ഹൃദയമുണ്ടായിരുന്ന നേതൃത്വം. സ്തോത്രം. ഞാൻ നിങ്ങളുടെ മീറ്റിങ്ങിൽ സാധാരണ എൻ്റെ ദൂത് കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയുന്നത് റേജാന്റെ മുഖം കാണുമ്പോഴാണ്. റേജാൻ കുരിഞ്ഞിരിക്കുക. സ്തോത്രം. എല്ലാം എഴുതുകയാന്ന് തോന്നുന്നു. സ്തോത്രം. ദൂത് കേൾക്കുന്നുണ്ടോ ഇല്ലെന്ന് അറിയണ്ടേ? നോട്ട് എഴുതുക. എനിക്ക് മനസ്സിലായി എഴുതുന്നതൊക്കെ നന്നായിരിക്കും. ആപ്പാടെ മുഖം കാണിക്കുന്ന 3 പേരല്ലേ, അപ്പം നിങ്ങളുടെ മുഖം ഞാൻ കാണണ്ടേ? ബാക്കിയെല്ലാം കാണിക്കാൻ പറ്റുന്നില്ലല്ലോ മുഖം. സ്തോത്രം. എഴുതിട്ട് കുഴപ്പമൊന്നുമില്ല. ഇന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്സായി പോയാൽ കുഴപ്പമൊന്നുമില്ല. ഇതിന്റെ റെക്കോർഡിംഗ് ഉണ്ട്. സ്തോത്രം. നേതൃത്വത്തിന്റെ രണ്ടാമത്തെ വിശേഷത ഭയങ്കരമല്ലേ? എന്താ? കരഞ്ഞു പ്രാർത്ഥിക്കുന്ന നേതൃത്വം എന്ന് പറഞ്ഞാൽ, നെഹമ്യാവ്
ആദ്യം അന്വേഷിച്ചപ്പോൾ കേട്ട വാർത്ത നല്ല വാർത്തയല്ല. പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞു പോയവരുടെ വേദനിപ്പിക്കുന്ന വാർത്തയാണ് നെഹമ്യാവ് കേട്ടത്. ആ വർത്തമാനം നെഹമ്യാവിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് അദ്ദേഹം കരയുകയാണ്. കരയുക മാത്രമല്ല, കുറെ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഇങ്ങനെ ജനത്തിനു വേണ്ടി കരഞ്ഞ് ദുഃഖിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു നേതൃത്വം എവിടെയുണ്ട്? ഇതാകണം നേതൃത്വം. ഏത് വർത്തമാനം കേട്ടപ്പോഴാണ് അദ്ദേഹം കരഞ്ഞെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. 3-ാം വാക്യത്തിൽ എന്താ? സ്തോത്രം. ആ പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞു പോയ ആളുകൾ മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു എന്നുള്ള വാർത്ത കേട്ടപ്പോൾ, ആ വർത്തമാനം കേട്ടപ്പോൾ, യെരൂശലേമിന്റെ മതിലുകൾ ഇടിഞ്ഞും അതിന്റെ വാതിലുകൾ തീവച്ചും ചുട്ടും കിടക്കുന്നു എന്നുള്ള ആ വർത്തമാനം കേട്ടപ്പോഴാണ് നെഹമ്യാവ് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. തന്റെ ജനത്തിന്റെ അവസ്ഥ അറിയുമ്പോൾ കരയാൻ പറ്റുന്ന, കരഞ്ഞോണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു ഹൃദയമുള്ളവനായിരിക്കണം ഒരു നല്ല നേതൃത്വം. ആ നേതൃത്വത്തിന്റെ കീഴിലെ ജനത്തിന് എഴുന്നേറ്റ് പണിയാൻ കഴിയും. നെഹമ്യാവിന് വേണേൽ പറയാം, ഇത് എന്നെ ബാധിക്കുന്ന വിഷയമൊന്നുമല്ല. കാര്യം ഞാൻ നല്ല കംഫോർട്ട് സോണിലാണ്, അത് അവരുടെ അവസ്ഥയാണെന്ന് പറയാം. പക്ഷെ അദ്ദേഹം അവരുടെ അവസ്ഥയെ തന്റെ അവസ്ഥയായിട്ടാണ് എടുത്തത്. ഒന്നും രണ്ടും അല്ല, 4 മാസത്തോളം അദ്ദേഹം ഇരുന്ന് കരഞ്ഞു ഇവർക്ക് വേണ്ടി. ഞാനതൊക്കെ വായിച്ചിട്ട് ഒത്തിരി ഓർമ്മകൾ എൻ്റെ ഹൃദയത്തിലേക്ക് വന്നു. 4 മാസത്തോളം ഇവർ ഈ വാർത്ത കേട്ട് ഈ ജനത്തിനു വേണ്ടി കരഞ്ഞു. അതിന്റെ തെളിവെന്താ? 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നിങ്ങൾ നോക്കിക്കേ. 20-ാം ആണ്ടിൽ കിസ്ലേവ് മാസത്തിൽ ഞാൻ ശൂഷൻ രാജധാനി ഇരിക്കുമ്പോൾ, അപ്പം 1-ാമത്തെ മാസമാണ്. ഏത്? കിസ്ലേവ് മാസം. 1-ാമത്തെ മാസമെന്ന് എനിക്കറിയത്തില്ല, ഇത് കിസ്ലേവ് മാസമാണ്. സ്തോത്രം. എന്നാൽ 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നോക്കിക്കേ. എന്റെ സഹോദരന്മാരിൽ 2-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ, നിസാൻ മാസത്തിൽ ഞാൻ ഒരിക്കൽ രാജാവിന്റെ മുമ്പാകെ ഇരുന്ന് വീഞ്ഞ് അവന് കൊടുത്തു. അപ്പം അർത്ഥം എന്താ? കിസ്ലേവ് മാസം മുതൽ നിസാൻ മാസം വരെ താൻ ഈ വിഷയത്തിന് വേണ്ടി എന്ത് ചെയ്യുക? പ്രാർത്ഥിച്ചു, കരഞ്ഞു പ്രാർത്ഥിക്കുക. അതിനുശേഷം രാജാവിനോട് ഈ കാര്യം ഉണർത്തിച്ചതുമല്ല, രാജാവ് ഇദ്ദേഹത്തിന് മുഖം കണ്ട് വായിച്ചെടുത്തതാ. സ്തോത്രം. അപ്പൊ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, തൻ്റെ ജനത്തിന്റെ അവസ്ഥയെ കുറിച്ച് ഓർത്ത് പ്രാർത്ഥിച്ചങ്ങ് വിട്ടു എന്നല്ല, ഒന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു വിട്ടുന്നല്ല, 4 മാസം ഇടവിടാതെ ഇവർക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഈ നെഹമ്യാവല്ല നമ്മുടെ വാസായിരുന്നെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു പോയി. ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടോ? എനിക്കറിയില്ല കേട്ടോ, എനിക്കറിയത്തില്ല, ഉണ്ടോ ഇല്ലോ. ഇത് നെഹമ്യാവിൽ മാത്രമല്ല, പുതിയ നിയമത്തിലും ഇതേ സ്വഭാവമുള്ള ദൈവദാസന്മാരുണ്ടായിരുന്നു. പൗലോസിനെ കുറിച്ച് ഇതേ വിഷയം ന്യൂ ടെസ്റ്റമെന്റിൽ പറയുന്നുണ്ട്. നോക്കിക്കേ, അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിലേക്ക് വന്നേ. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിന്റെ ആദ്യം നമുക്ക് 2 വാക്യം നോക്കാം. ആദ്യം 19-ാം വാക്യം നോക്കിയേ. വളരെ താഴ്മയോടും കണ്ണുനീരോടും യഹൂദന്മാരുടെ. അപ്പൊ അദ്ദേഹം എങ്ങനെ അവിടെ ശുശ്രൂഷിച്ചത്? താഴ്മയോടും കണ്ണുനീരോടും. ഇന്ന് ഈ ദൈവവചന ശുശ്രൂഷയ്ക്കിടെ കണ്ണുനീരോടെ പ്രസംഗിക്കുന്നവരെ വല്ലതും കാണുന്നുണ്ടോ? സ്തോത്രം. ഈ 31-ാം വാക്യത്തിലേക്ക് വന്നേ, അതിന്റെ 31-ാം വാക്യം അവിടെ പറയുന്നത്, അതുകൊണ്ട് ഉണർന്നിരിപ്പീൻ. ചില മുന്നറിയിപ്പ് കൊടുത്തിട്ടാണ് പറഞ്ഞത്, ഉണർന്നിരിപ്പീൻ. ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടവിടാതെ
കണ്ണുനീർ വാർത്ത. കണ്ണുനീർ വാർത്തുകൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞു തന്നത് കണ്ടോ? കണ്ണുനീരോടെ തന്റെ ജനത്തെ നയിക്കുന്ന, കണ്ണുനീരോടെ അവർക്ക് ബുദ്ധി പറഞ്ഞു കൊടുക്കുന്ന, കണ്ണുനീരോടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പൗലോസ്. അപ്പൊ ഉണ്ട്, ഓൾഡ് ടെസ്റ്റ്മെന്റ് മാത്രം, പുതിയ നിയമത്തിൽ ഈ നേതൃത്വം ഉണ്ട്. സ്തോത്രം. 4 മാസം ജനത്തിന്റെ അവസ്ഥയെക്കുറിച്ചോർത്ത് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന നേതൃത്വം. ഇതായിരിക്കണം ഒരു നേതൃത്വം. സ്തോത്രം. മൂന്നാമത്തേത് നേതൃത്വത്തിന്റെ, നെഹമ്യാവ് എന്ന നേതൃത്വത്തിന്റെ മൂന്നാമത്തെ സവിശേഷതയിലേക്ക് പോകാം. നെഹമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. 2-ാം അധ്യായത്തിലേക്ക് വരാം. സ്തോത്രം. 2-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. രാജാവിനോട്, രാജാവിന് തിരുവുള്ളമുണ്ടായി, അടിയന് തിരുമുമ്പിൽ ദയ ലഭിച്ചു എങ്കിൽ അടിയനെ യഹൂദയിൽ എൻ്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണത്തിലേക്ക് അത് പണിയേണ്ടതിന് ഒന്ന് അയക്കണമേ എന്ന് ഉണർത്തിച്ചു. നെഹമ്യാവിന്റെ മൂന്നാമത്തെ സവിശേഷത, പണിയാൻ പോകാനുള്ള ഹൃദയമുണ്ടായിരുന്ന നെഹമ്യാവ്. അദ്ദേഹത്തിന് അന്വേഷിക്കുന്ന ഹൃദയമുണ്ട്. അന്വേഷിച്ച പോരെ, അല്ലെങ്കിൽ അവിടെ ഇരുന്ന് എന്ത് ചെയ്താൽ മതി? കരഞ്ഞു പ്രാർത്ഥിച്ചാ പോരെ? അല്ലെ രാജാവിനോട് പറഞ്ഞാൽ മതി, രാജാവ് ഇതുപോലെ എൻ്റെ സ്വന്തം നാടാണ്, ഇച്ചിരി പ്രതിസന്ധിയില്ല, ആരെങ്കിലും ഒരു 10 പടയാളികളെ വിട്ട് അവിടെ ഒരു കൺസ്ട്രക്ഷൻ ഒക്കെ നടത്തണമെന്ന് പറഞ്ഞാൽ മതി. പക്ഷെ പുള്ളി അങ്ങനല്ല പറഞ്ഞത്. പിന്നെ ഞാൻ അവിടെ പോയി അത് പണിയാൻ എന്നെ അയക്കണം. കണ്ടോ? പണിയാനുള്ള സോഴ്സ് വിടുകയല്ല, പിന്നെ താൻ ഡയറക്റ്റ് പോകുക, പണിയാൻ പോകാനുള്ളൊരു ഹൃദയമുണ്ടായിരുന്ന നെഹമ്യാവ്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? കൊട്ടാരത്തിൽ നിന്ന് അടുത്ത കൊട്ടാരത്തിലോട്ടല്ല പോകുന്നത്, പിന്നെ കൊട്ടാരത്തിൽ നിന്ന് തീ വെച്ചും മതിലിടിഞ്ഞും കിടക്കുന്ന, വാതിലില്ലാതെ തുറന്നു കിടക്കുന്ന ഒരു സ്ഥലത്തേക്ക്, ഒന്നുമില്ലാതെ കിടക്കുന്ന ഒരു സ്ഥലത്തേക്ക് പണിയാൻ പോകാൻ ഒരു ഹൃദയം. ഈ മെയ് മാസമൊക്കെ വരുമ്പോഴേ ട്രാൻസ്ഫറിന്റെ സമയമാണ് നാട്ടിൽ. എന്നെ ഏറ്റവും കൂടുതൽ പാസ്റ്റർമാർ പ്രാർത്ഥിക്കാൻ വിളിക്കുന്ന സമയത്ത് ദൈവം അയക്കുന്നിടത്തോട്ട് പോകാന്നൊക്കെ പറയും. പക്ഷെ അവര് ഒരു ധാരണയിലൊക്കെ വന്ന്, ഇപ്പം മ്യൂച്വൽ ട്രാൻസ്ഫർ, ഒരു ധാരണയിലൊക്കെ വന്നു കഴിഞ്ഞാൽ രഹസ്യമായിട്ട് വിളിച്ചു ചോദിക്കും, അവിടെ കറവുള്ള പശു ഉണ്ടോ, അവിടെ എന്നാ കിട്ടും. കാരണം 3 പിള്ളേരെ നേഴ്സിങ്ങിന് പഠിപ്പിക്കുന്നുണ്ടോ, അതാണ്. ഇവര് ദൈവം അയച്ചിട്ടാ വന്നെന്ന് പറയുകയും ചെയ്യും. ദൈവം കുട്ടനാട്ടിലോട്ടാ പോകാൻ പറഞ്ഞാൽ പോവോ? പോകില്ല. ഞാനൊരു ദേവദാസൻ, അദ്ദേഹം ഇപ്പോഴും എന്നോട് മിണ്ടുന്നില്ല. ഞാൻ അദ്ദേഹത്തോടൊരു ആലോചന പറഞ്ഞതിന്റെ പേര് പുള്ളിനെ മിണ്ടിയിട്ട്, നോർത്ത് ഇന്ത്യക്ക് പോ. കാര്യം നമ്മളിപ്പോ ഇരിക്കുന്ന ഒരു സഭയുണ്ട്, അതിന്റെ സ്റ്റാൻഡേർഡിൽ ഒത്തതേ പറ്റുള്ളൂ, താഴോട്ട് പറ്റി. കാര്യം പണിയാൻ പോകാനുള്ള ഹൃദയമില്ല. ഇവര് പോകുന്നത് അവിടുത്തെ പോഷണം ഇങ്ങോട്ട് പ്രാപിക്കാൻ, അല്ലാതെ അവിടെ പണിയാൻ പോകുകയല്ല. സ്തോത്രം. എത്രയോ ഇടങ്ങൾ വെന്ത് എരിഞ്ഞു കിടക്കുന്നു, മതില് പൊളിഞ്ഞു കിടക്കുന്ന എത്രയോ സഭകൾ, പണിയാനൊരു ഹൃദയമില്ല. സ്തോത്രം. പണിയാൻ പോകാനൊരു ഹൃദയമില്ല. എല്ലാവരെയും ഞാൻ അടച്ചു പറയുന്നില്ല, അങ്ങനെ പോയിട്ടുള്ള ദൈവദാസന്മാരെ എനിക്കറിയാം, അവരെ കർത്താവ് ആദരിക്കട്ടെ. സ്തോത്രം. അപ്പോൾ ഉന്നത പദവിയിൽ നിന്ന് അദ്ദേഹം താഴോട്ട് ഇറങ്ങുക. ഇനി അത് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഇദ്ദേഹം ഡയറക്റ്റ് രാജാവിനോട് അവതരിപ്പിച്ചല്ല. രാജാവ് ഇദ്ദേഹത്തിന്റെ ഹൃദയം മനസ്സിലാക്കി, കാരണം മുഖത്തുനിന്ന് ഹൃദയം വായിച്ചു. 2-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിലേക്കൊന്ന് വന്നേ. സ്തോത്രം. സോറി, 2-ാം അധ്യായത്തിന്റെ 1-2 വാക്യം, 12 അല്ല, സോറി, 2-ാം വാക്യം നോക്കി. രാജാവ് എന്നോട്, നിന്റെ വാടിയിരിക്കുന്നത് എന്ത്? നിനക്ക് ദീനം ഒന്നുമില്ലല്ലോ,
ഇത് മനോദുഃഖമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറഞ്ഞു. രാജാവ്, ഈ അർത്ഥഹശിഷ്ട രാജാവ് ആളിച്ചിര ഈ മുഖം നോക്കി കാര്യം പിടികിട്ടുന്ന പാർട്ടിയാണെന്ന് എനിക്ക് തോന്നുന്നു. അതിന് കാരണം കൂടെ. ഒന്നാം വാക്യത്തിന്റെ അവസാനത്തിൽ നെഹമ്യാവ് പറയുന്നു, ഞാൻ ഈ സമയത്തല്ലാതെ മുൻപ് ഒരിക്കലും രാജാവിന്റെ മുമ്പിൽ കുണ്ഠിതനായിരുന്നിട്ടില്ല. അപ്പൊ രാജാവിന്റെ മുന്നിൽ എപ്പോഴും ഒരു പ്ലസന്റ് ആയിട്ടിരിക്കുന്ന ആളായിരുന്നു. പക്ഷെ ഇപ്പം മുഖത്ത് ഒരു കുണ്ഠിതനാ. ജോലി ചെയ്യുന്നുണ്ട്, പാനപാത്രമാകാനായി വീഞ്ഞൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, പക്ഷെ മുഖത്ത് എന്തില്ല? പ്രസാദമില്ല. നമുക്ക് ചിലരെ കാണുമ്പോഴേ അറിയാം, സാധാരണ ഉള്ള രീതിയിലല്ല ഇവര്. രാജാവ് മനസ്സിലാക്കി, ഇദ്ദേഹത്തോട് ചോദിച്ചു, ദീനമൊന്നും ആണെന്ന് തോന്നുന്നില്ല. പിന്നെ ദീനമല്ലെങ്കിൽ പിന്നെ ഇതിന്റെ കാരണം മനോദുഃഖമാണ്. രാജാവ് വായിച്ചെടുക്കുക. സ്തോത്രം, സ്തോത്രം. ആ രാജാവിന്റെ ആ ഒരു കണ്ടെത്തലിനെ സമയം തക്കത്തിന് ഉപയോഗിക്കാന്ന് പറഞ്ഞ പോലെ നെഹമ്യാവ് ഉപയോഗിച്ചു. അദ്ദേഹം ഒരു മറുപടി അന്നേരം പറയുകയാണ്. ആ മറുപടിയാണ് നമ്മൾ മുമ്പേ വായിച്ചത്. അപ്പോഴാണ് ഞാൻ ഏറ്റവും ഭയപ്പെട്ട് രാജാവിനോട്, രാജാവ് ദീർഘായുസ്സായിരിക്കട്ടെ, എൻ്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണം ശൂന്യമായിരിക്കും, അതിന്റെ വാതിലുകൾ തീ കൊണ്ട് വെന്തിരിക്കും. ഈ ഒരു സാഹചര്യത്തിൽ അത് കിടക്കുമ്പോൾ എൻ്റെ മുഖം വാടാതെ ഇരിക്കുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു. നോക്കിക്കേ, രാജാവ് മനസ്സിലാക്കിയപ്പോൾ താൻ കാര്യം അവതരിപ്പിക്കുക. കാര്യം അവതരിപ്പിച്ചപ്പോൾ 4-ാം വാക്യത്തിൽ രാജാവ് ചോദിക്കുക, നിന്റെ അപേക്ഷ എന്ത്? നീ ഈ പറഞ്ഞതിനകത്തുനിന്ന് എന്താ നീ ഉദ്ദേശിക്കുന്നത്? എന്താ നിന്റെ അപേക്ഷ? സ്തോത്രം. ഇനി അന്നേരപ്പ ചാടിക്കേറി അപേക്ഷ പറഞ്ഞില്ല. അതൊക്കെ എന്തൊരു വെളിപ്പാടെന്നറിയാം. അദ്ദേഹം ഉടനെ എന്താ ചെയ്തെന്നറിയാമോ? സ്തോത്രം. സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചെന്ന്. നമ്മളായിരുന്നെങ്കിലോ, ഒരു രാജാവ് നിന്റെ അപേക്ഷ എന്താ പറയാൻ പറഞ്ഞപ്പോൾ ഉടനെ ഒന്നെങ്കിൽ നമ്മൾ പേപ്പറിൽ എഴുതി കൊടുക്കും, അല്ലെ വാവഴിയിൽ നമ്മൾ എന്ത് ചെയ്യും. പക്ഷേ രാജാവിൽ നിന്ന് അനുകൂലമായ ഒരു സാഹചര്യം വന്നപ്പോഴും സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിക്കുക. എന്തിനാ അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിച്ചെന്നറിയാമോ? രാജാവിന്റെ ഹൃദയം ഇങ്ങനെ തന്നോട് ചോദിക്കത്തക്ക രീതിയിൽ അനുകൂലമായി തീരാൻ കാരണം സ്വർഗത്തിലെ ദൈവമാണ്. സ്തോത്രം. നിന്നോട് ചിലരൊക്കെ ഫേവർ കാണിക്കുമ്പോൾ നീ അവരുടെ പുറകെ നടക്കരുത്. അവര് നിന്നോട് ഫേവർ കാണിക്കാൻ കാരണം സ്വർഗത്തിലെ ദൈവമാണ്. അതുകൊണ്ട് അവനോട് പ്രാർത്ഥിക്കും. സ്തോത്രം. 4 മാസത്തെ തന്റെ കരച്ചിലും പ്രാർത്ഥനയുമാണ് രാജാവിന് ഇങ്ങനെ തന്നോട് ചോദിക്കാനുള്ള ഒരു ഹൃദയമാക്കി ദൈവം കൊടുത്തത്. അതുകൊണ്ടാണ് ഉടനെ സ്വർഗത്തിലെ ദൈവത്തോട് താൻ പ്രാർത്ഥിക്കുക. അദ്ദേഹം പ്രാർത്ഥിച്ചതിന് ശേഷം 5-ാം വാക്യത്തിൽ അദ്ദേഹം പറയുകയാണ് രാജാവിനോട്, രാജാവിന് തിരുവുള്ളുണ്ടായി, അടിയനെ തിരുമുമ്പിൽ ദയ ലഭിച്ചു എങ്കിൽ അടിയനെ യഹൂദയിൽ എൻ്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണത്തിലേക്ക് അത് പണിയേണ്ടതിന് ഒന്ന് അയക്കണമേ എന്ന് ഉണർത്തിച്ചു. നല്ല കഴിവും പ്രാപ്തിയുള്ള ആരെയെങ്കിലും അയക്കണമേ എന്നല്ല, എന്നെ അയക്കണം. ഡയറക്റ്റ് എന്നെ ഒന്ന് അയക്കണമേ. അതാ കർത്താവായ യേശു ക്രിസ്തു കാണിച്ച മാതൃക. അതാണ് കർത്താവ് അരയിൽ ഒരു നല്ല തോർത്ത് ചുറ്റി ഡയറക്റ്റ് ഇറങ്ങി ശിഷ്യന്മാരുടെ കാൽ കഴുകുകയാണ്. പിതാവ് ആരെ ഞാൻ അയക്കേണ്ടു എന്ന് യെശയ്യാപ്രവചനത്തിൽ ചോദിച്ചപ്പോൾ ഏതെങ്കിലും കൊള്ളാവുന്ന ദൂതന്മാരെ അയക്കാൻ പറയല്ലേ, എന്നെ അയക്കണമേ എന്ന് പറയാൻ കാരണം ഡയറക്റ്റ് പണിയാൻ പോകാൻ തയ്യാറാകുകയാണ്. സ്തോത്രം, സ്തോത്രം. ഒരു കാര്യം വളരെ വ്യക്തമാണ്, അസിസ്റ്റന്റുമാരെ വിടാൻ എളുപ്പമാണ്, ഡയറക്റ്റ് നീ പോകണം ചിലതിനെ പണിയാൻ. അവിടെ 50,000 പേര് കാണത്തില്ല. ചിലരെയൊക്കെ വിളിച്ച ഉടനെ എത്ര പേര് കൂടുമെന്നാണ് ചോദിക്കുന്നത്. എടാ, ഒരു സ്ത്രീയെ രക്ഷയിൽ കൊണ്ടുവരാൻ മണിക്കൂറുകൾ ഒരു കിണറിന്റെ പക്കത്ത് അവൾക്ക് വേണ്ടി ഇരുന്ന ആളാണ് കർത്താവ്.
ഒരു ഭൂതഗ്രസ്തനെ രക്ഷിക്കാൻ ഒരു കടൽ കടന്ന് അപ്പുറത്ത് പോയ കർത്താവാണ് നമ്മുടെ ഗുരു. സ്തോത്രം. അങ്ങനെ ഒരു കർത്താവ് ഉണ്ടെങ്കിൽ ഒരുവനെ പണിയാൻ ആരെങ്കിലും അയക്കല, നീ ഡയറക്റ്റ് ഇറങ്ങണം. അതാണ് ഒരു നേതൃത്വത്തിന്റെ സ്വഭാവം. അങ്ങനെ പലരെയും പണിയാൻ ഇന്നലകളിൽ ഡയറക്റ്റ് ഇറങ്ങുന്ന നേതൃത്വം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇന്ന് പലരും ശുശ്രൂഷകളിൽ നിൽക്കുന്നത്. ഒരു കാര്യം അവിടെ വ്യക്തമായി. എബ്രായ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്. എബ്രായ ലേഖനത്തിൽ ഒരു വാക്യം 13-ാം അധ്യായം, എബ്രായർ 13-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ ഒരു വാക്യം സൂചിപ്പിക്കുന്നു. നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പിൻ, അവർ കണക്ക് ബോധിപ്പിക്കേണ്ടെന്നവരാകയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. കണക്ക് ബോധിപ്പിക്കേണ്ട സമയം വരും. സകല നേതൃത്വം, ഇവിടത്തെ റവറൻറ്റും ഡോക്ടറും പ്രൊഫറ്റും ഇടയനും സകല നേതൃത്വവും കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അന്ന് നിന്റെ കാര്യം തീർക്കുന്ന നാളിൽ കൈകൾ ബലപ്പെടണമെങ്കിൽ ജനത്തിന്റെ ഇടയിൽ നീ പണിയാൻ ഡയറക്റ്റ് ഇറങ്ങണം. 3 മനോഹരമായ സ്വഭാവങ്ങൾ നമ്മൾ കണ്ടു. 1, അന്വേഷിക്കുന്ന ഹൃദയം. 2, കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഹൃദയം. 3, പണിയാൻ പോകാനുള്ള ഒരു ഹൃദയം ഉണ്ടായിരുന്ന നെഹമ്യാവ്. ഇനി 4-ാമത്തെ കാര്യം, 2-ാം അധ്യായം, നെഹമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായം. നെഹമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായം 11-12 വാക്യങ്ങളിലേക്ക് വരാം. 11-12 വാക്യം. ഞാൻ യെരൂശലേമിൽ എത്തി. അവിടെ 3 ദിവസം താമസിച്ച ശേഷം ഞാനും എന്നോടുകൂടെ ചില പുരുഷന്മാരും രാത്രിയിൽ എഴുന്നേറ്റ്, എന്നാൽ യെരൂശലേമിൽ ചെയ്യുവാൻ എൻ്റെ ദൈവം എൻ്റെ മനസ്സിൽ തോന്നിച്ചിരുന്നത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു. ഞാൻ കയറിയിരുന്ന മൃഗമല്ലാതെ മറ്റൊരു മൃഗവും എന്നോടുകൂടെ ഉണ്ടായിരുന്നില്ല. ആലോചന. 4-ാമത്തെ നെഹമ്യാവിന്റെ നേതൃത്വത്തിന്റെ പ്രത്യേകത, ശുശ്രൂഷയ്ക്ക് തന്നെ ഒരുക്കുന്ന ഒരു ഹൃദയം ഉണ്ടായിരുന്ന നെഹമ്യാവ്. ശുശ്രൂഷയ്ക്ക് തന്നെ എന്ത് ചെയ്യുക? ഒരുക്കുക. എന്ന് പറഞ്ഞാൽ യെരൂശലേമിൽ എത്തിയ ഉടനെ അങ്ങ് പണി തുടങ്ങാം, ആളുകളെല്ലാം വിളിച്ചു കൂട്ടി. നോ. പിന്നെ 3 ദിവസം ആരും അറിയാതെ യെരൂശലേമിൽ താമസിച്ചു. ചെന്ന ഉടനെ പ്ലാൻ വരച്ചു, ആളുകളെ വിളിച്ചു, മാനം മാന്തി. നോ. യെരൂശലേമിൽ ചെന്ന് 3 ദിവസം ആരും അറിയാതെ താമസിക്കുകയാണ്. ആ 3 രാത്രികളിൽ യെരൂശലേമിന്റെ ചുറ്റും പോയി അതിന്റെ അവസ്ഥകളെല്ലാം താൻ എന്ത് ചെയ്തു? മനസ്സിലാക്കി. ഇനി നിങ്ങൾ ആ 2-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം വായിച്ചാൽ അവിടെ വീണ്ടും പറയുന്നുണ്ട്, ഞാൻ എവിടെ പോയി എന്നും എന്തു ചെയ്തുവെന്നും പ്രമാണിമാരാരും അറിഞ്ഞില്ല. ആ വാക്യം അവസാനിക്കും പറയുന്നുണ്ട്, യഹൂദന്മാരോടോ പുരോഹിതന്മാരോ പ്രഭുക്കന്മാരോടോ പ്രമാണികളോടോ വേലെടുക്കുന്ന ശേഷംവരോടോ യാതൊന്നും അറിയിച്ചിരുന്നുമില്ല. നിന്റെ മനസ്സിൽ ദൈവം തോന്നിപ്പിച്ചത് മൈക്ക് വെച്ച് വിളിച്ചു പറയാൻ നിൽക്കരുത്, ഒരു പണി നടക്കുകയില്ല. അതിനെ തടയാൻ ഒത്തിരി പേര് എഴുന്നേക്കും. താൻ കണ്ട ദർശനമില്ലാത്ത സഹോദരന്മാരോട് അറിയിച്ചതാണ് യോസഫിന് പറ്റിയ അബദ്ധം. അതുകൊണ്ടാണ് രാജ്യത്വം സംബന്ധിച്ച് ശമൂവേൽ പറഞ്ഞതെല്ലാം ശൗൽ ഇളയപ്പനോട് പറഞ്ഞില്ലത് എഴുതിയിരിക്കുന്നത്. എല്ലാ കാര്യം എല്ലാവരോടും പറയരുത്, നിന്റെ ദർശനമുള്ളവരോട് മാത്രമേ വിഷയം ഷെയർ ചെയ്യാവൂ. ഇവിടെ അങ്ങനെ പോലും ഇല്ല എഴുതിയിരിക്കുന്നത്. ആരോടും താൻ പറഞ്ഞില്ല താൻ എന്താ ഈ 3 രാത്രികളിൽ താൻ വാഹനമൃഗത്തിൽ പോയി അവസ്ഥകൾ മനസ്സിലാക്കിയതോ,
താൻ അവിടെ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം എന്താണെന്നോ ദൈവം തന്റെ മനസ്സിൽ തോന്നിപ്പിച്ചത് ഇതൊന്നും തന്നെ ഒരു മനുഷ്യരോടും പറയുന്നില്ല. ആരോടെങ്കിലുമൊക്കെ അറിയിച്ചിട്ട് എന്തെങ്കിലും പണിയൊക്കെ ചെയ്യാന്ന് വിചാരിച്ചാൽ ഒരു പണി നടക്കുകയല്ല. പണ്ട് സഹോദരന്മാര് വന്ന് രാജകൊട്ടാരത്തിൽ തന്നെ വന്ന് കാണാൻ വന്നപ്പോ ഈ അവസ്ഥകളൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ആ അവസ്ഥകൾ ഡയറക്റ്റ് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി താൻ എന്ത് ചെയ്യുക, 3 രാത്രികളിൽ സഞ്ചരിക്കുകയാ. എന്ന് പറഞ്ഞാൽ പണിക്ക് മുമ്പ്, ശുശ്രൂഷയ്ക്ക് മുമ്പ് താൻ ഒരു ഒരുക്കം നടത്തിക്കൊണ്ടിരിക്കുക. ഒരു നല്ല നേതൃത്വത്തിന്റെ പ്രത്യേകത. കഴിഞ്ഞിടെ ഒരാൾ എന്നോട് പറഞ്ഞു, ഇന്ന പാസ് ഞങ്ങളുടെ സഭയെ വന്ന് ചാർജ് എടുത്തു, ആവേശം കൂടി സഭാകളുടെ പണി നടത്താമെന്ന് പറഞ്ഞുകൊണ്ട് മൊത്തം കൂടെ പൊളിച്ചിട്ടു. 3 വർഷമായിട്ട് ഇതുവരെ പണി നടന്നിട്ടില്ല. പുള്ളിക്ക് ട്രാൻസ്ഫർ ആയി, പുള്ളി പോയി. ഈ പാവങ്ങള് വാടക കെട്ടിടത്തിൽ ആരാധിക്കുക. ഇതല്ല ഒരു നേതൃത്വം. പണിയണം, പക്ഷെ അതിന് പണിയുന്നതിന് മുമ്പ് തന്നെത്താൻ എന്ത് ചെയ്യണം, ഒന്നൊരുക്കണം. ആ പദമൊക്കെ ഭയങ്കര പദമാണ്. 2-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, എന്റെ ദൈവം എന്റെ മനസ്സിൽ തോന്നിച്ചിരുന്നത്. കണ്ടോ, എങ്ങനെ പണിയണമെന്ന് ദൈവം നിന്റെ മനസ്സിൽ തോന്നിക്കും. മാതൃക കൊടുത്തു വിട്ടാണ് സമാഗമന കൂടാരം മോശയെ കൊണ്ട് പണിയിച്ചത്. നോഹയ്ക്ക് കൃത്യമായ അളവുകൾ വരെ ദൈവം കൊടുത്തു പെട്ടകം പണിയാൻ. ദൈവം നിന്റെ മനസ്സിൽ തോന്നിക്കും എങ്ങനെയാണ് ശുശ്രൂഷിക്കേണ്ടത്, എങ്ങനെയാണ് ഇറങ്ങി പണിയേണ്ടത്. അതാരോട് നീ പങ്കുവെക്കരുത്. 3 ദിവസം താൻ ആരുമറിയാതെ താമസിച്ച് 3 രാത്രികളിൽ സഞ്ചരിച്ച് പണിക്ക് വേണ്ടിയുള്ള, ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കം തന്നിൽ തന്നെ താൻ വരുത്തുകയായിരുന്നു. 5-ാമത്തെ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുക. 5-ാമത്തെ കാര്യം, പണിയാൻ ജനത്തെ ഒരുക്കുന്ന നെഹമ്യാവ്. മുമ്പേ നമ്മൾ കണ്ടത് പണിക്ക് വേണ്ടി, ശുശ്രൂഷയ്ക്ക് വേണ്ടി തന്നെ ഒരുക്കുന്ന നെഹമ്യാവാണ്. ഇപ്പോൾ പണിയാൻ താൻ ജനത്തെ ഒരുക്കുന്ന നെഹമ്യാവ്. 2-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ കാണുന്നു, അനന്തരം ഞാൻ അവരോട്, യെരൂശലേം ശൂന്യമായും അതിന്റെ വാതിലുകൾ തീ കൊണ്ട് വെന്തും കിടക്കുന്നതായി നാം അകപ്പെട്ടിരിക്കുന്ന ഈ അനർത്ഥം നിങ്ങൾ കാണുന്നുവല്ലോ. വരുവിൻ, നാം ഇനിയും നിന്നാപാത്രമായിരിക്കാതെ വണ്ണം യെരൂശലേമിന്റെ മതിൽ പണിയുക എന്ന് പറഞ്ഞു. നോക്കിക്കേ, പണിയാൻ ജനത്തെ ആഹ്വാനം ചെയ്യുന്ന നെഹമ്യാവ്. 1, അന്വേഷിക്കുന്ന ഹൃദയം. 2, കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഹൃദയം. 3, പണിയാൻ ഡയറക്റ്റ് ഇറങ്ങുന്ന ഹൃദയം. 3, പണിയാൻ തന്നെ ഒരുക്കുന്ന ഹൃദയം. 5, പണിയാൻ ജനത്തെ ഒരുക്കുന്ന ഹൃദയം. 17-ാം വാക്യത്തിൽ തന്നെ ആഹ്വാനം ചെയ്തു. 18-ാമത്തെ വാക്യത്തിൽ പണി തുടങ്ങി. സ്തോത്രം, പണി തുടങ്ങി. കാരണം 18-ാം വാക്യത്തിൽ ജനം പറയുകയാണ്, നാം എഴുന്നേറ്റു പണിയുക എന്ന് പറഞ്ഞു. കണ്ടോ, 17-ാം വാക്യത്തിൽ തന്നെ ആഹ്വാനം കൊടുത്തു, 18-ാം വാക്യത്തിൽ പണി തുടങ്ങുകയാണ്. പണി തുടങ്ങിയപ്പോഴാണ് സംഭവിച്ചത്. ശത്രു എഴുന്നേറ്റു. നീ പെരയ്ക്കകത്ത് ചുമ്മാ ഇരിക്കുമ്പോൾ ഒരു ശത്രു നിനക്കില്ല. നീ പ്രയോജനപ്പെടാൻ തുടങ്ങിയെന്ന്, നീ ചിലത് പണിയാൻ തുടങ്ങിയെന്ന്, നീ ചിലരെ പണിയാൻ ഒരുക്കി തുടങ്ങിയെന്ന് മനസ്സിലാകുമ്പോൾ ശത്രു നിനക്കെതിരെ എഴുന്നേൽക്കും. അതുകൊണ്ട് ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ ഒരു നല്ല നേതൃത്വം എങ്ങനെ ആയിരിക്കണം, ഈ 5 സവിശേഷതകളുള്ള, അന്വേഷിക്കുന്ന ഹൃദയമുള്ള, കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഹൃദയമുള്ള, സ്വയം പണിയാൻ ഇറങ്ങിച്ചെല്ലാനുള്ള ഹൃദയമുള്ള,
പണിയുന്നതിന് വേണ്ടി, ശുശ്രൂഷയ്ക്ക് വേണ്ടി സ്വയം ഒരുക്കപ്പെടാൻ മനസ്സുള്ള ഒരു ഹൃദയമുണ്ട്. ജനത്തെ പണിയാൻ ഒരുക്കാൻ കഴിയുന്ന ഒരു ഹൃദയമുള്ള ഒരു നല്ല നേതൃത്വമാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ പിന്നിൽ ഒരു വലിയ സമൂഹം എഴുന്നേൽക്കും. ഈ പണിക്ക് നിങ്ങളുടെ കൂടെ ഒറ്റ ചങ്ങലയിലെ കണ്ണി പോലെ നിൽക്കാൻ. സ്തോത്രം. അങ്ങനെയെങ്കിൽ നിങ്ങളെ നോക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ നിങ്ങളുടെ പുറകിലുണ്ട്. നീ ചിലപ്പോൾ ഒരു വ്യക്തിക്കായിരിക്കാം നേതൃത്വം, ചിലപ്പോൾ ഒരു സഭയ്ക്കായിരിക്കാം, ഒരു സമൂഹത്തിനായിരിക്കാം. പക്ഷേ അവരുടെ മുന്നിൽ നിൽക്കുന്ന നേതൃത്വമായി നിന്നെ ആളുകൾ വീക്ഷിക്കുമ്പോൾ അവർക്ക് പണിയാൻ മാതൃകയ്ക്ക് പറ്റിയ ഒരു നേതൃത്വമാണെന്ന് പറയാൻ എന്നും ഇടയാകണം. സ്തോത്രം. അതുകൊണ്ട് ഈ ദൈവവചന കേൾവിയിൽ വലിയ പരിവർത്തനം പ്രായോഗിക ജീവിതത്തിൽ വരുത്തുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ആഹ്വാനത്തോടെ നമുക്ക് പ്രാർത്ഥനയ്ക്കായി തലകൾ വണക്കി കണ്ണുകൾ മൂടാം, പ്രാർത്ഥിക്കാം. മഹാദൈവമേ, സ്വർഗസ്ഥ പിതാവ്, നല്ല തിരുവെഴുത്തുകൾക്കായി സ്തോത്രം.